ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ലോങ് വീഡിയോ ഇടാമെന്ന് ഞാൻ ഷോർട്സിൽ കുറച്ച് നേരെങ്കിലും കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു ലോങ് വീഡിയോ ഈ ഷോർട്സിൻ്റെ തുടക്കത്തിലേ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ കുട്ടന്മാരെ നമ്മൾ വീട്ടിലേൽപ്പിച്ചിട്ട് അമ്മയുടെ അങ്ങ് ആക്കിയിട്ട് നമ്മളിതേ ഒരു ചെറിയ ഓണത്തിൻ്റെ ഷോപ്പിങ്ങും അതേപോലെ നമ്മുടെ നോർമൽ ഡേയുടെ ചെറിയൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ. വലിയ രീതിയിൽ പ്രതീക്ഷിക്കരുത് കേട്ടോ. അപ്പോൾ എവിടെയാണ് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഈ ഒരു വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക. എന്നാലല്ലേ നമ്മൾ തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതീ നമ്മൾ തേവരയിലുള്ള റിലയൻസിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ ഇങ്ങനെ ഓണത്തിൻ്റെതായ കുറേ ഡെക്കറേഷനും വിഭവങ്ങളും കാര്യങ്ങളും, അതായത് ഇങ്ങനെ സാമ്പാർ പൊടി ഇങ്ങനെ 25% ഓഫ് എന്നൊക്കെ പറഞ്ഞ സാമ്പാർ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ചിക്കൻ മസാല, മീറ്റ് മസാല, സാമ്പാർ പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ എപ്പോഴും എന്നെ മാത്രം കാണുന്നില്ല വീഡിയോയ്ക്കകത്ത്. ഞാനായിരിക്കും വീഡിയോ പിടിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് സെൽഫി ക്യാം ഓൺ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഡാഡി അടുത്ത് പറയുന്നുണ്ട് എന്നെയും കൂടി ഒന്ന് ഇടയ്ക്ക് കാണിക്കണേ. ഡാഡി ഒന്ന് വീഡിയോ പിടിച്ചു തരാൻ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടാണേ. എന്നിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് ഇപ്രാവശ്യം ഞാൻ പരിപ്പിൻ്റെ ഇങ്ങനെ മിക്സ് കണ്ടു കേട്ടോ. എളുപ്പപ്പണിയിൽ ഇനിയും മാർഗ്ഗങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കിത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഇപ്രാവശ്യം അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പരിപ്പ് പായസം, എപ്പോഴും നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാൻ ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു പരിപ്പിൻ്റെ പായസം, ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, പൊന്നോണത്തിൻ്റെ ഓഫർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ എല്ലാം അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അരിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇങ്ങനെ പാലട മിക്സ്, പിന്നെ സെയിം അങ്ങനെ കുറച്ച് മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മുടെ നോർമൽ വേണ്ട തേയിലപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ബാസ്ക്കറ്റിൽ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്തത് കേട്ടോ. അങ്ങനത്തെ ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഡാഡിക്ക് കോളാണ് കേട്ടോ, ഓൺ കോളിലാണ് ഡാഡി. അപ്പോൾ ഓഫീസ് കോളിലായതുകൊണ്ട് ഡാഡി ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ റേഞ്ച് കട്ടാവുമെന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റി പൊക്കത്തേക്ക് വിടുന്നതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ താനെ വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് കയറാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ സാധനങ്ങളും കൂടി ബാസ്ക്കറ്റും കൂടി പൊക്കത്തേക്ക് എടുക്കാനുള്ള ഞാൻ ലിഫ്റ്റിലേക്ക് കയറി, ഡാഡി ഇപ്പോൾ സ്റ്റെപ്പ് കയറി വരും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ലിഫ്റ്റിലൊക്കെ കയറി ഇതേ ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ ഈ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പായസത്തിന് തന്നെ 2 പാക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അടുത്തത് പിന്നെ ഇവിടുന്ന് നമ്മൾ എന്തൊക്കെയാണ്, കാരണം പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ വെറുതെ കയറി വന്നതാണ് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. മന്തെങ്കിൽ ഇങ്ങനെ ഡാഡി മിക്കപ്പോഴും ഒറ്റയ്ക്ക് വന്ന് എടുക്കാറാണ് പതിവ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഞാനും കൂടി വരാം എന്നുള്ള രീതിയിൽ ഞാൻ വന്നേക്കാം. ഡാഡിക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ട് എടുക്കുന്നതാണ് കേട്ടോ എളുപ്പം. അപ്പോൾ ആവശ്യം വേണ്ട സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡാഡി എടുക്കും കേട്ടോ. അപ്പോൾ പിയേഴ്സിൻ്റെ സോപ്പിന് ഓഫർ ഉണ്ടാവും, നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഡാഡി ഓഫറും കാര്യങ്ങളൊക്കെ പോയി നോക്കുക. അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം റിലയൻസിൽ. ഇപ്രാവശ്യം നല്ല മിക്ക പ്രാവശ്യങ്ങളും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഡാഡി എന്നോട് ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഞങ്ങൾ അവിടെ എന്തോ ഒരു കണക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ നിങ്ങൾ സ്റ്റക്കായി നിന്ന് നോക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, തീർന്നുപോയ സാധനങ്ങൾ ഓർമ്മയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അവിടെ വന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ലിസ്റ്റ് ഇട്ടിട്ട് വന്നാൽ മതിയെന്ന് ഞാൻ തോന്നി കേട്ടോ. പക്ഷെ നമുക്ക് ഈ മാസം ആവശ്യങ്ങൾ ഒത്തിരി ആയതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഡാഡി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം മതിയായിരുന്നു. അപ്പോൾ പൗഡർ ഡാഡി വലുതൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ആവശ്യം വേണ്ട മാത്രം എടുത്ത്, അത്യാവശ്യങ്ങൾ ഈ മാസം നമുക്ക് ഒത്തിരിയാണ് കേട്ടോ. അത് കാരണം ഇങ്ങനെ അതിൻ്റെയൊക്കെ എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ നോർമലി വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഡാഡിക്ക് പെർഫ്യൂം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് അങ്ങോട്ട് നടക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഡി ആവശ്യമുള്ള സാധനങ്ങൾ ഒത്തിരി നമുക്ക്, എൻ്റെ ഡ്രസ്സിങ് ടേബിൾ നിറച്ചിപ്പോൾ അത്യാവശ്യം ഡാഡി ഇങ്ങനെ ഓൺലൈനിലും ഇങ്ങനെ, പക്ഷേ പെർഫ്യൂം കണ്ടു കഴിഞ്ഞാൽ ആൾ വിടത്തില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് വെറൈറ്റി നോക്കും, ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് നോക്കും. പിന്നെ അത്യാവശ്യം ഡ്രസ്സിൻ്റെ സെക്ഷനൊന്നും നമ്മളിങ്ങനെ റിലയൻസിലൊന്നും വന്ന് എടുക്കാറില്ല കേട്ടോ. നമുക്കങ്ങനെ വലിയ സെലക്ഷനായിട്ട് തോന്നിയിട്ടില്ല, നോർമൽ കാഷ്വൽ വെയർ ഒക്കെയാണ് കേട്ടോ. അങ്ങനെ അത് കാരണം അവിടെ അങ്ങനെ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോകാറില്ല. പിന്നെ നമ്മൾ കുട്ടന്മാരെയും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഡാഡി പറയുന്നുണ്ടായിരുന്നു ഷർട്ട്സിനൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അവിടെ വെച്ച് പറഞ്ഞില്ല കേട്ടോ. ഞാനിങ്ങനെ റിലയൻസിലൊക്കെ വരുന്നത് ഡിറ്റർജൻറ്റിന്, അങ്ങനെ ഹാപ്പിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫർ ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള ചേച്ചി നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോക്കകത്ത് എന്നെ കാണിക്കല്ലേ മോളെ എന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ ചേച്ചി എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ, ഞങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളും നല്ല നല്ല സാധനങ്ങളൊക്കെ നോക്കി, നല്ല മണമാണ്, നമ്മൾ ഇങ്ങനെ
ഫ്ലോറൊക്കെ തുടക്കില്ലേ അതിൻ്റെയൊക്കെ നല്ലതൊക്കെ നോക്കിയെടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ ചേച്ചിനോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം സാധനങ്ങളും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഓൾമോസ്റ്റ് കൊണ്ടുപോയി ബാസ്ക്കറ്റിലായിട്ട് ഇട്ടു കേട്ടോ. കാരണം അതും കൈ പിടിച്ച് നടക്കണ്ടല്ലോ എന്ന് ഓർത്ത് അതുകൊണ്ട് ഇട്ടു. അപ്പോൾ ഞാൻ ഡാഡി എടുത്ത് പറയാം, നിന്നെ മാത്രമേ വീഡിയോക്കകത്ത് കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നെയും കൂടി ഡാഡി വീഡിയോ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതങ്ങനെ കാണിക്കുന്നതാണേ. പിന്നെ അതുകൊണ്ട് കേട്ടോ ജിത്തോങ്കയുടെ നമ്മൾ കെറ്റിലൊക്കെ കൊണ്ടുവരുന്ന കാര്യം അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ കെറ്റിലിന് 500 രൂപയുള്ളൂ, പ്രസ്റ്റീജിൻ്റെയൊക്കെ ഓഫറായിരുന്നു കേട്ടോ. 599 രൂപയൊക്കെ ഉള്ളൂ. അത് ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടേ. ഈ മാസം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും പിന്നെ ഓണത്തിൻ്റെ 2 പായസം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അഡീഷണലായിട്ട് എടുത്തേ. പിന്നെ ദേ നമ്മുടെ കുട്ടൻ ആ ഒരു ബോർഡാണ് കേട്ടോ. അവനെ ഈ മതിലിൽ കുത്തി വരയ്ക്കാൻ, മതിലിൽ മുഴുവൻ വരച്ചിരിക്കുകയാണ്, എന്നാൽ പോലും ആ ഒരു ബോർഡ് കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് വേണമെന്നും പറഞ്ഞാൽ അത് മാത്രമാണ് കേട്ടോ നമ്മൾ അഡീഷണൽ ഈ പ്രാവശ്യം എടുത്തത്. എന്നിട്ട് നമ്മൾ അത് ഈ താഴത്തേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ കിസ്മിസ് എടുക്കാനുണ്ടായിരുന്നു, അതും എടുത്തിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറയാം എന്തോടാടി മറന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണേ. അങ്ങനെ ബിസ്ക്കറ്റിൻ്റെയും പിന്നെ എൻ്റെ ഓട്സ് ആയിരുന്നു കേട്ടോ മറന്നത്. അപ്പോൾ അതൊക്കെ എടുക്കുക, ബിസ്ക്കറ്റ്, ഓട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ന്യൂട്രല്ല പോലെയുള്ള വേറൊരു ഫ്ലേവറായിരുന്നു പിള്ളേർക്ക് ബ്രെഡിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചി അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ, നല്ല സാധനമായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി അതൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തും ഓഫറിലൊക്കെ ദേ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. തേയിലപ്പൊടി പിന്നെ ദേ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അത്യാവശ്യം ഓഫറും കാര്യങ്ങളും ഓണം പ്രമാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്സ് അത്യാവശ്യം 250 രൂപ ആ റേഞ്ചൊക്കെ ഉണ്ട്, പക്ഷേ 99-നൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മളിത് ബില്ല് ചെയ്യുകയാണ് കേട്ടോ. ബില്ല് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഡാഡിക്ക് എന്തോ ഇടയ്ക്ക് കോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡാഡി ദേ ആ വഴിയേ പോവുകയാണ് കേട്ടോ. ഡാഡി കോളിലാണ്. അപ്പോൾ എനിക്ക് ദേ ഞാൻ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തു. എനിക്ക് കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചത് എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് നടക്കാൻ എനിക്ക് ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ഡാഡിനെ വിളിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കൂപ്പൺ എഴുതിയിട്ട്, ഓണത്തിൻ്റെ എന്തൊരു കൂപ്പണാണേ, അത് എഴുതിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ ഒരു കാര്യത്തിൽ എനിക്ക് അതിൻ്റെ ബിൽ നമ്പർ നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഡാഡി തന്നെ അത് എഴുതിയിട്ട് ഞങ്ങൾ ഇട്ടിട്ട് തിരിച്ചിറങ്ങും. അവസാനമാണ് കേട്ടോ ലേസിൻ്റെ പാക്കറ്റ് ഞാൻ കണ്ടത്. അത് മാത്രമാണ് കേട്ടോ ഞാൻ ഡാഡി എടുത്ത് പറഞ്ഞത് അത് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പോയി ബില്ലടിച്ച് എടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഇനി വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ റേക്കുട്ടലിലാണ് കേട്ടോ, റേമോനിലാണ് വന്നത്. അപ്പോൾ അതിൽ നിറച്ച് നമ്മൾ റേഷൻ കടയിൽ പോകാൻ വേണ്ടി കിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡീഷണൽ ഒരു കിറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ വണ്ടിയിൽ സെറ്റ് ചെയ്ത് ഒതുക്കി പറക്കി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പകുതി നമ്മുടെ മട്ടുമൽ പള്ളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചോടി വരുന്നതാണ് ഈ കണ്ടത്. കാരണം ബോർഡ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ ബോർഡ് ബില്ല് ചെയ്തപ്പോൾ ആ ബോർഡ് മാത്രം എടുത്തില്ല, പിന്നെ തിരിച്ച് ആ ബോർഡ് എടുക്കാൻ വേണ്ടി ഓടിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. മഴ വരുന്നുണ്ട്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് വേറെയും കടകളിലൊക്കെ കയറാനുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല, സാധനങ്ങളൊക്കെ വിൽക്കണമല്ലോ. പിന്നെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കാണിച്ചു തരുന്നുണ്ട്, കണ്ടോ കാർമേഘമൊക്കെ അങ്ങോട്ട് മൂടി. അപ്പോൾ ഡാഡി എടുത്ത് നമ്മൾ പറഞ്ഞു ഇനി കുട്ടന്മാരെ വിളിക്കുന്ന, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടന്മാരെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മഴയത്ത് പെട്ടുപോകും കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് അവന്മാരെ വിളിക്കാൻ ഓട്ടോയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. നന്നായി ഉള്ളൂ കേട്ടോ, നല്ല മഴ പെയ്തു. പിന്നെ ഈ സാധനങ്ങൾ പൊക്കത്തേക്ക് കയറ്റി ഇറക്കുന്ന പണിയാണല്ലോ. പിന്നെ കവർ കാലിയാക്കാൻ വേണ്ടി ഇവിടെ എല്ലാം കൊണ്ടൊന്ന് തട്ടിയിട്ടിട്ട് അടുത്ത കവറിൽ ഡാഡിതി എടുത്തിട്ട് വരാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഡാഡി മഴയത്ത് കുളിച്ച് സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും താങ്ക് യു.